വെൽക്കം ടു ചക്രപാണി ക്ലാസ്സസ് 2.0. ഇന്ന് കോഴിക്കോട് കോട്ടയം ജില്ലകളിലായിട്ട് നടന്ന LDC എക്സാമിന്റെ ക്വസ്റ്റ്യനും ആൻസറുമാണ് നോക്കുന്നത്. ക്വസ്റ്റ്യന്റെ കോഡ് 127/2024 എ കോഡാണ് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പ്രസ്താവന, കുളച്ചൽ യുദ്ധം നടന്നത് 1748-ലാണ്. രണ്ടാമത്തെ പ്രസ്താവന, കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചു സൈന്യത്തെ പരാജയപ്പെടുത്തി. മൂന്നാമത്തെ പ്രസ്താവന, കേരളത്തിൽ ആദ്യമായി എത്തിയ വിദേശ ശക്തി ഡച്ചുകാരായിരുന്നു. നാലാമത്തെ പ്രസ്താവന, ഡച്ചു ഗവർണറായിരുന്ന വാൻ റീഡിന്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാർക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. ഈ പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉം മാത്രമാണ് ശരി. അതായത് ശരിയായ പ്രസ്താവനകൾ ഒന്നുകൂടി വായിക്കാം. രണ്ടാമത്തെ പ്രസ്താവന ഇങ്ങനെയാണ്: കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചു സൈന്യത്തെ പരാജയപ്പെടുത്തി. ശരിയായ പ്രസ്താവനയാണ്. അടുത്ത നാലാമത്തെ പ്രസ്താവന, ഡച്ചു ഗവർണറായിരുന്ന വാൻ റീഡിന്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാർക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. അതും ശരിയായ പ്രസ്താവനയാണ്. ഈ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി 2ഉം 4ഉം. ഇനി തെറ്റായ പ്രസ്താവനകൾ ഇങ്ങനെയാണ്: കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1748. തെറ്റാണ്. 1741 ഓഗസ്റ്റ് 10-നാണ് കുളച്ചൽ യുദ്ധം നടന്നത്. അടുത്ത മൂന്നാമത്തെ പ്രസ്താവന എങ്ങനെയാണ്: കേരളത്തിൽ ആദ്യമായി എത്തിയ വിദേശ ശക്തി ഡച്ചുകാരെന്നാണ്. തെറ്റാണ്. കേരളത്തിൽ ആദ്യമായി എത്തിയ വിദേശ ശക്തി അറബികളാണ്. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇദ്ദേഹം ഏത് സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത്? ഉത്തരം ഓപ്ഷൻ സി അമരാവതി. 1897 അമരാവതിയിൽ നടന്ന INC സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു സി ശങ്കരൻ നായർ. മൂന്നാമത്തെ ചോദ്യം, APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന, ഇദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നു. ശരിയായ പ്രസ്താവനയാണ്. അടുത്ത രണ്ടാമത്തെ പ്രസ്താവന, തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത്. തെറ്റായ പ്രസ്താവനയാണ്. തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് APJ അബ്ദുൽ കലാം ജനിച്ചത്. അടുത്ത മൂന്നാമത്തെ പ്രസ്താവന, ഇദ്ദേഹം അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥം എഴുതി. തെറ്റായ പ്രസ്താവനയാണ്. അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകമാണ് എഴുതിയത്. നാലാമത്തെ പ്രസ്താവന, ഇദ്ദേഹം ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി ആയിരുന്നു. അത് ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ നമ്മുടെ തെറ്റായ പ്രസ്താവനകൾ ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം മാത്രമാണ് തെറ്റ്. നാലാമത്തെ ചോദ്യം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചതാര്? ഉത്തരം ഓപ്ഷൻ ഡി VP മേനോൻ. അഞ്ചാമത്തെ ചോദ്യം, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ ബി റൂസോ. ആറാമത്തെ ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ ഡി അഡ്വക്കേറ്റ് K രാജൻ. അടുത്ത ഏഴാമത്തെ ചോദ്യം, 2 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പ്രസ്താവന, സമമർദ്ദ രേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ മർദ്ദചരിവ് കൂടുതലായിരിക്കും. തെറ്റായ പ്രസ്താവനയാണ്. പ്രസ്താവന 2, മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസിസ് ബലം വർദ്ധിക്കുന്നു. ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി പ്രസ്താവന 2. അടുത്തത് എട്ടാമത്തെ ചോദ്യം, കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം? ഉത്തരം ഓപ്ഷൻ എ തീവ്ര ഉപജീവന കൃഷി. ഒൻപതാമത്തെ ചോദ്യം, തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറേ തീര സമതലത്തിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നതുമായ ഉച്ചമർദ്ദ മേഖല? ഉത്തരം ഓപ്ഷൻ സി മാസ്കറീൻ ഹൈ. പത്താമത്തെ ചോദ്യം, ഉപദ്വീപീയ ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ടൊഴുകുന്നവയെയും പടിഞ്ഞാറോട്ടൊഴുകുന്നവയെയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം ഏത്? ഉത്തരം ഓപ്ഷൻ എ പശ്ചിമഘട്ടം. 11ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? പ്രസ്താവനകൾ വായിക്കാം. ഓപ്ഷൻ എ വലനം കാരണം രൂപീകരിക്കപ്പെട്ട മടക്ക് പർവ്വതനിര. ശരിയാണ്. ഓപ്ഷൻ ബി താരതമ്യേന പ്രായം കുറഞ്ഞ പർവ്വതനിര. ശരിയാണ്. ഓപ്ഷൻ സി സംയോജക സീമയിൽ രൂപം കൊണ്ടത്. ശരിയാണ്. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അപ്പം ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഉത്തരം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. തന്നിട്ടുള്ളതെല്ലാം ശരിയായ പ്രസ്താവനകളാണ്. അടുത്ത 12ാമത്തെ ചോദ്യം, സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയാവഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാര്? ഉത്തരം ഓപ്ഷൻ ബി CS മീനാക്ഷി. 13ാമത്തെ ചോദ്യം, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? ഒന്നാമത്തെ പ്രസ്താവന, ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന, ഇന്ത്യയിൽ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു. ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന, ഹരിത വിപ്ലവം ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു. ശരിയാണ്. നാലാമത്തെ പ്രസ്താവന, ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ശരിയാണ്. അപ്പൊ തന്നിട്ടുള്ളവയിൽ എല്ലാം ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്.
14ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? ഉത്തരം ഓപ്ഷൻ ബി 1950. 15ാമത്തെ ചോദ്യം, WTO നിലവിൽ വന്ന വർഷം? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്ന വർഷം? ഉത്തരം ഓപ്ഷൻ ബി 1995. അടുത്ത 16ാമത്തെ ചോദ്യം, ലോക ബാങ്കിന്റെ മറ്റൊരു പേര്? ഉത്തരം ഓപ്ഷൻ എ IBRD, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, IBRD. അടുത്ത 17ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയിൽ 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാൻ ഉണ്ടായ കാരണങ്ങൾ? 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തേത് ഗൾഫ് യുദ്ധം, ശരിയാണ്. 2 വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ കുറവ്, ശരിയാണ്. 3 ഉയർന്ന ഫിസ്ക്കൽ കമ്മി, ശരിയാണ്. 4 പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്, ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. അടുത്തത് 18ാമത്തെ ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആര്? ഉത്തരം ഓപ്ഷൻ സി, ശക്തികാന്ത ദാസ്. 19ാമത്തെ ചോദ്യം, 2022-23 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചതാര്? ഉത്തരം ഓപ്ഷൻ എ, നിർമ്മല സീതാരാമൻ. 20ാമത്തെ ചോദ്യം, ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 3 പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന, ഞങ്ങൾ ഭാരത ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമുഖം തുടങ്ങുന്നത്. അത് തെറ്റായ പ്രസ്താവനയാണ്. രണ്ടാമത്തെ പ്രസ്താവന, ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് ആമുഖം തുടങ്ങുന്നത്. ശരിയായ പ്രസ്താവനയാണ്. മൂന്നാമത്തെ പ്രസ്താവന, സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക നീതി ആമുഖം ഉറപ്പു നൽകുന്നു. ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ തന്നിട്ടുള്ളതിൽ ശരിയായ പ്രസ്താവനകൾ ഉത്തരം ഓപ്ഷൻ സി 2ഉം 3ഉം മാത്രം. അടുത്തത് 21ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന, മൗലികാവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. ശരിയായ പ്രസ്താവന. രണ്ടാമത്തെ പ്രസ്താവന, നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന, നിയമനിർമ്മാണ പ്രക്രിയ കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. അത് തെറ്റായ പ്രസ്താവനയാണ്. നിയമനിർമ്മാണ പ്രക്രിയ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. അപ്പോൾ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉമാണ്. 22ാമത്തെ ചോദ്യം, റിട്ടുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന, സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. ശരിയാണ്. അപ്പൊ അതിൽ 3 സ്റ്റേറ്റ്മെന്റ് ഉള്ളതിൽ 1 മാത്രമാണ് ശരി വരുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ഓൺലി 1. അടുത്തത് 23ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന, കമ്മീഷന് ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല. ശരിയായ പ്രസ്താവനയാണ്. രണ്ടാമത്തെ പ്രസ്താവന, ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന, കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കാൻ കോടതിയോട് ശുപാർശ നൽകാം. ശരിയാണ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഉത്തരം ഓപ്ഷൻ ഡി. മുകളിൽ പറഞ്ഞവയെല്ലാം 1ഉം 2ഉം 3ഉം ശരിയായ പ്രസ്താവനകളാണ്. 24ാമത്തെ ചോദ്യം, നിർദ്ദേശക തത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന, നിർദ്ദേശക തത്വങ്ങൾ നീതിയുക്തമാണ്. തെറ്റായ പ്രസ്താവനയാണിത്. രണ്ടാമത്തെ പ്രസ്താവന, മൗലിക അവകാശങ്ങൾക്ക് പുറമേയുള്ള ചില അവകാശങ്ങളാണിവ. അത് ശരിയായ പ്രസ്താവനയാണ്. മൂന്നാമത്തേത്, സമൂഹം കൈക്കൊള്ളേണ്ട ചില ഉദ്ദേശ ലക്ഷ്യങ്ങളാണിവ. ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉം മാത്രം ശരി. 25ാമത്തെ ചോദ്യം, ചുവടെ ചേർക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന, ഏക പൗരത്വ നിയമം. തെറ്റാണ്. രണ്ടാമത്തെ പ്രസ്താവന, അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക. ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന, ഇന്ത്യയുടെ അഖണ്ഡത ഊട്ടി ഉറപ്പിക്കുക. ശരിയാണ്. അപ്പൊ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം. 26ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന, ഉപരാഷ്ട്രപതിയെ 6 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. തെറ്റായ പ്രസ്താവനയാണ്. 5 വർഷത്തേക്കാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. രണ്ടാമത്തെ പ്രസ്താവന, ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അത് ശരിയായ പ്രസ്താവനയാണ്. മൂന്നാമത്തെ പ്രസ്താവന, സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഇലക്ട്രൽ കോളേജിൽ അംഗങ്ങളല്ല. അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം മാത്രമാണ് ശരിയായത്. അടുത്ത 27ാമത്തെ ചോദ്യം, കോടതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന, ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന, കീഴ്ക്കോടതികൾ സിവിൽ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു. ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന, സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് ഉപദേശം നൽകാം. ശരിയാണ്. ഇപ്പൊ കോടതികളുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ്, എല്ലാം ശരി. 28ാമത്തെ ചോദ്യം, കേന്ദ്ര ലിസ്റ്റ്
ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? ഒന്ന് വിദേശകാര്യം, യൂണിയൻ ലിസ്റ്റാണ്, ശരിയാണ്. 2 പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്, കേന്ദ്ര ലിസ്റ്റാണ്, ശരിയാണ്. 3 കൃഷി തെറ്റാണ്, കൃഷി സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1ഉം 2ഉം മാത്രം. അടുത്ത 29ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ഒന്നാമത്തെ പ്രസ്താവന പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റിലെ ഒരു വിഷയമാണ്, ശരിയാണ്. രണ്ടാമത്തേത് വനം കൺകറന്റ് ലിസ്റ്റിലെ വിഷയമാണ്, ശരിയാണ്. 3 സൈബർ നിയമങ്ങൾ ശിഷ്ടാധികാരങ്ങളിൽ വരുന്നതാണ്, ശരിയാണ്. അവ ശിഷ്ടാധികാരത്തിൽ വരുന്നതാണ് സൈബർ നിയമങ്ങൾ. ഈ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഉത്തരം ഓപ്ഷൻ എ, എല്ലാം ശരിയാണ്. അടുത്തത് 30ാമത്തെ ചോദ്യം, ചുവടെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന 73ാം ഭേദഗതിയെ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നു, തെറ്റായ പ്രസ്താവനയാണ്. 42ാം ഭേദഗതിയാണ് ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തെ പ്രസ്താവന 74ാം ഭേദഗതിയിലൂടെ നഗരപാലിക സമ്പ്രദായം കൊണ്ടുവന്നു, അത് ശരിയായ പ്രസ്താവനയാണ്. മൂന്നാമത്തെ പ്രസ്താവന അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്, അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ ശരിയായത് ഉത്തരം ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉമാണ് ശരി. 31ാമത്തെ ചോദ്യം, കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന ചെയർപേഴ്സൺ ശ്രീമതി സതീദേവിയാണ്, ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന സ്ത്രീകൾക്ക് ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പു നൽകാനാണ് കമ്മീഷൻ രൂപീകൃതമായത്, ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന കമ്മീഷന് ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരമുണ്ട്, അത് തെറ്റായ പ്രസ്താവനയാണ്. ഇപ്പൊ കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഉത്തരം ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം. 32ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന എ ഷാജഹാനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് പ്രധാന ധർമ്മം, തെറ്റാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്. മൂന്നാമത്തെ പ്രസ്താവന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുക, അത് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ ശരിയായത് ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉം മാത്രം. 33ാമത്തെ ചോദ്യം, മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന 11 മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത്, ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന അനുച്ഛേദം 51A കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നത്, ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന ഭരണഘടനയിലെ ഭാഗം 4A കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു, അതും ശരിയായ പ്രസ്താവനയാണ്. ഈ പറഞ്ഞതെല്ലാം ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബോവ്. 34ാമത്തെ ചോദ്യം, കോവിഡിനെതിരായി mRNA വാക്സിൻ വികസിപ്പിച്ചതിന് 2023 വൈദ്യശാസ്ത്ര നോബൽ നേടിയ വ്യക്തി ആര്? ഉത്തരം ഓപ്ഷൻ ബി, കാറ്ററിൻ കാരിക്കോ. 35ാമത്തെ ചോദ്യം, ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ എത്തിച്ച ചീറ്റകളെ ഏത് ദേശീയോദ്യാനത്തിലാണ് പുനരധിവസിപ്പിച്ചത്? ഉത്തരം ഓപ്ഷൻ സി, കുനോ ദേശീയോദ്യാനം. 36ാമത്തെ ചോദ്യം, നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ്. ഉത്തരം ഓപ്ഷൻ എ, ശലഭം. 37ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡി കണ്ടെത്തുക. ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ ഇൻസുലിൻ ഗ്ലൂക്കഗോൺ, ഓപ്ഷൻ ബി കാൽസിട്ടോണിൻ പാരാതെർമോൺ, ഓപ്ഷൻ സി തൈമോസിൻ തൈറോക്സിൻ, ഓപ്ഷൻ ഡി സിമ്പതറ്റിക് പാരാസിമ്പതറ്റിക്. ഇതിൽ പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡി ഉത്തരം ഓപ്ഷൻ സി ആണ്, തൈമോസിൻ തൈറോക്സിൻ. 38ാമത്തെ ചോദ്യം, കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം? ഉത്തരം ഓപ്ഷൻ ഡി, ഹൃദയാഘാതം. 39ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? പ്രസ്താവനകൾ ഇവയാണ്. ഓപ്ഷൻ എ ജീവകം എ ഡി സി കെ എന്നിവയാണ് കൊഴുപ്പിൽ ലയിക്കുന്നവ, തെറ്റാണ്. എ ഡി ഇ കെ എന്നിവയാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ. അടുത്ത ഓപ്ഷൻ ബി ജീവകം B3 അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര, ശരിയായ പ്രസ്താവനയാണ്. അടുത്ത ഓപ്ഷൻ സി എല്ലുകളുടെ ശരിയായ വളർച്ചയ്ക്ക് ജീവകം എ സഹായിക്കുന്നു, അത് തെറ്റായ പ്രസ്താവനയാണ്. ഓപ്ഷൻ ഡി ജീവകം കെയുടെ കുറവ് മൂലം സ്കർവി ഉണ്ടാകുന്നു, അതും തെറ്റായ പ്രസ്താവനയാണ്. ജീവകം സിയുടെ കുറവ് മൂലമാണ് സ്കർവി ഉണ്ടാകുന്നത്. അപ്പൊ തന്നിട്ടുള്ളതിൽ ശരിയായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. 40ാമത്തെ ചോദ്യം, മന്ദരോഗം ഉണ്ടാക്കുന്ന രോഗാണു ഏത്? ഉത്തരം ഓപ്ഷൻ എ ഫൈലേറിയൽ വിര. 41ാമത്തെ ചോദ്യം, എൻസൈമുകൾ ഇല്ലാത്ത ദഹനരസം? ഉത്തരം ഓപ്ഷൻ ഡി പിത്തരസം. 42ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ദൂരത്തിന്റെ യൂണിറ്റ് ഏതാണ്? 1 മീറ്റർ, 2 പ്രകാശവർഷം, 3 കാൻഡില. ഇതിൽ ദൂരത്തിന്റെ യൂണിറ്റ് മീറ്റർ പ്രകാശവർഷം. ഉത്തരം ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം. അടുത്ത 43ാമത്തെ ചോദ്യം, മഴവില്ല് ഉണ്ടാകുന്നതിന് കാരണം എന്ത്? ഉത്തരം ഓപ്ഷൻ സി പ്രകാശ പ്രകീർണനം.
44 മണ്ണെണ്ണയുടെ സാന്ദ്രത 810 kg/m³ ആണെങ്കിൽ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എത്ര? ഉത്തരം ഓപ്ഷൻ എ ആണ് 0.810. 45-ാമത്തെ ചോദ്യം ആദിത്യ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി PSLV-C 57. 46-ാമത്തെ ചോദ്യം ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ ലൂണാർ റോവറിന്റെ പേരെന്ത്? ഉത്തരം ഓപ്ഷൻ ബി പ്രഗ്യാൻ. 47-ാമത്തെ ചോദ്യം എന്താണ് കേവല പൂജ്യം ഊഷ്മാവ്? ഉത്തരം ഓപ്ഷൻ സി -273°C. 48-ാമത്തെ ചോദ്യം എസ് ബ്ലോക്ക് പി ബ്ലോക്ക് മൂലകങ്ങളെ ചേർത്ത് പറയുന്ന പേര്? ഉത്തരം ഓപ്ഷൻ ബി പ്രാതിനിധ്യ മൂലകങ്ങൾ. 49-ാമത്തെ ചോദ്യം ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം? ഉത്തരം ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. 50-ാമത്തെ ചോദ്യം പുതുതായി കണ്ടുപിടിച്ച കാർബണിന്റെ രൂപാന്തരത്വം? ഉത്തരം ഓപ്ഷൻ ബി കാർബൺ നാനോ ബഡുകൾ. 51-ാമത്തെ ചോദ്യം ഇവരിൽ ആർക്കാണ് 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? ഉത്തരം ഓപ്ഷൻ എ മൗങ്കി ജി ബവണ്ടി, ലൂയിസ് ബ്രസ്, അലക്സി ഇക്കിമോവ്. 52-ാമത്തെ ചോദ്യം 4 വരികൾ തന്നിട്ടുണ്ട്. അത് ആരുടേതെന്ന് ചേർത്തെഴുതാനാണ്, ചേരുമ്പടി ചേർക്കാനാണ് വരുന്നത്. ശരിയായിട്ട് വായിക്കാം. അതിൽ ആദ്യത്തേത് വരി ഇതാണ്. 1-ാമത്തെ വരി താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കൃതം അന്യരനുഭവിച്ചിടുകെന്നേ വരൂ. അത് എഴുതിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ KR ടോണിയാണ്. 2-ാമത്തെ വരി ഇതാണ്. ഒരു വേള പഴക്കമേറിയാൽ ഈ നാറ്റവും നമുക്ക് സുഗന്ധമായി വരാം എന്ന വരി എഴുതിയത് PP രാമചന്ദ്രനാണ്. അടുത്ത 3-ാമത്തേത് മഴക്കാലമാണ് മറക്കേണ്ട കുഞ്ഞെ, മനസ്സീർപ്പമാണ് മഹാരോഗമൊന്നും വരുത്തേണ്ട കുഞ്ഞെ എന്ന വരി എഴുതിയത് അൻവർ അലിയാണ്. അടുത്തത് 4-ാമത്തേത് സന്തോഷമായി ഗോപിയേട്ട സന്തോഷമായി, ഭഗവാൻ പറഞ്ഞതാണ് ശരി, സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന് എന്ന വരി എഴുതിയത് OP സുരേഷാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടുത്തത് 53-ാമത്തെ ചോദ്യം ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തെരഞ്ഞെടുത്തെഴുതുക. 1-ാമത്തെ പ്രസ്താവന ഊരാളുങ്കൽ ഐക്യ നാണയ സംഘം ആരംഭിച്ചു, ശരിയാണ്. അടുത്ത 2-ാമത്തെ പ്രസ്താവന ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു, തെറ്റാണ്. 3-ാമത്തെ പ്രസ്താവന അഭിനവ കേരള മുഖപത്രം തുടങ്ങി, ശരിയാണ്. 4-ാമത്തെ പ്രസ്താവന ക്ഷേത്ര പ്രതിഷ്ഠകളെ പ്രോത്സാഹിപ്പിച്ചു, തെറ്റാണ്. അപ്പൊ ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം ശരി. 54-ാമത്തെ ചോദ്യം ചെസ് കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. 1 ലെഗ് ബൈ, 2 കാസ്ലിംഗ്, 3 പിഞ്ചിങ്, 4 സ്റ്റെയിൽ മേറ്റ്. ഇതിൽ ചെസ് കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ 2 കാസ്ലിംഗും 4 സ്റ്റെയിൽ മേറ്റും. അതായത് ഉത്തരം ഓപ്ഷൻ ബി ആണ് 2ഉം 4ഉം. കാസ്ലിംഗ്, സ്റ്റെയിൽ മേറ്റ് എന്നിവ ചെസ് കളിയുമായി ബന്ധപ്പെട്ട പദങ്ങളാണ്. അടുത്ത 55-ാമത്തെ ചോദ്യം കാളി ദാരിക യുദ്ധം പ്രമേയമായ പ്രാചീന കലാരൂപം? ഉത്തരം ഓപ്ഷൻ ബി മുടിയേറ്റ്. അടുത്ത 56-ാമത്തെ ചോദ്യം കാലക്രമം അനുസരിച്ച് എഴുതുക എന്നാണ്. പത്രങ്ങളാണ് തന്നിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. രാജ്യസമാചാരം, പശ്ചിമോദയം, പശ്ചിമ താരക, കേരള മിത്രം ഇവയാണ് കാലക്രമം അനുസരിച്ച് എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി. 57-ാമത്തെ ചോദ്യം കേരള സർക്കാർ നടപ്പാക്കുന്ന സ്നേഹപൂർവ്വം പദ്ധതിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന തെരഞ്ഞെടുത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോകുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് ആരോഗ്യപരമായും സാമ്പത്തികമായും കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ ധനസഹായം നൽകുന്ന പദ്ധതി. 58-ാമത്തെ ചോദ്യം ചേരുമ്പടി ചേർക്കാനാണ്. കേരള പുരസ്കാരങ്ങളാണ് തന്നിട്ടുള്ളത്. ശരിയായി വായിക്കാം. 1 കേരളശ്രീ ആണ്. കേരളശ്രീ ലഭിച്ചത് വൈക്കം വിജയലക്ഷ്മി. അടുത്ത 2-ാമത്തേത് കേരള പ്രഭയാണ്. കേരള പ്രഭ ലഭിച്ചത് ഓംശ്ശേരി NN പിള്ള. അടുത്ത കേരള ജ്യോതി ലഭിച്ചത് MT വാസുദേവൻ നായർ. അടുത്ത പത്മശ്രീ ലഭിച്ചത് ചെറുവയൽ രാമൻ. അപ്പൊ ഇതിൽ ശരിയായ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത 59-ാമത്തെ ചോദ്യം കമ്പ്യൂട്ടറിന്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഹെഡ്ഫോൺ, സ്പീക്കർ, സൗണ്ട് കാർഡ്, മൈക്രോഫോൺ. ഉത്തരം ഓപ്ഷൻ ഡി മൈക്രോഫോൺ. 60-ാമത്തെ ചോദ്യം PDF-ന്റെ പൂർണ്ണ രൂപം? ഉത്തരം ഓപ്ഷൻ സി പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്. 61-ാമത്തെ ചോദ്യം IT ആക്ട് 2000 പ്രകാരം അനുവദനീയമല്ലാത്തത് ഏത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഇലക്ട്രോണിക് ഉപകരണം ഉപയോഗിച്ചുള്ള ഇടപാട്. ഓപ്ഷൻ ബി ഡിജിറ്റൽ ഫോർമാറ്റിൽ ഔദ്യോഗിക രേഖ സൂക്ഷിക്കുന്നത്. ഓപ്ഷൻ സി സൈബർ കുറ്റകൃത്യം ചെയ്യുന്നത്. ഓപ്ഷൻ ഡി കമ്പ്യൂട്ടർ വൈറസുകൾ നിർമ്മിക്കുന്നത്. ഇതിൽ IT ആക്ട് 2000 പ്രകാരം അനുവദനീയമല്ലാത്തത് ഉത്തരം ഓപ്ഷൻ സി ആണ്, സൈബർ കുറ്റകൃത്യം ചെയ്യുന്നത്. 62-ാമത്തെ ചോദ്യം താഴെ തന്നിട്ടുള്ളതിൽ വെബ് ബ്രൗസറിന് ഉദാഹരണം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ് സഫാരി.
63-ാമത്തെ ചോദ്യം, ഗൂഗിളിന്റെ പുതിയ AI സംവിധാനം. ഉത്തരം ഓപ്ഷൻ ബി ജെമിനി. അടുത്തത് 64-ാമത്തെ ചോദ്യം, ഒരു സ്ത്രീയുടെ നഗ്നചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമാണ്? ഉത്തരം ഓപ്ഷൻ എ വോയറിസം. 65-ാമത്തെ ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷന്റെ അധികാര പരിധി എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി 1 കോടി രൂപ വരെ. അടുത്ത 66-ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ? ഉത്തരം ഓപ്ഷൻ ഡി ശ്രീ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. നിലവിൽ ഇപ്പോൾ ആരാണ്? ആക്ടിംഗ് ആണ്, വിജയഭാരതി സയാനിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 67-ാമത്തെ ചോദ്യം, പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിൽ നിന്ന് പ്രസ്തുത വ്യക്തിയുടെ പൂർണ്ണ സമ്മതമില്ലാതെ പുറത്താക്കിയാൽ ലഭിക്കാവുന്ന ശിക്ഷ? ഉത്തരം ഓപ്ഷൻ ബി 6 മാസം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷ. 68-ാമത്തെ ചോദ്യം, ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന അംഗങ്ങൾ എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 5. 69-ാമത്തെ ചോദ്യം, ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1. 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നു, ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന, 18 വയസ്സിന് താഴെ പ്രായം വരുന്ന ആൺകുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നു, ശരിയാണ്. 2 പ്രസ്താവനകളും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. എല്ലാ പ്രസ്താവനകളും ശരി. അടുത്ത 70-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാവുന്ന വിവരം ഏതാണ്? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എന്താണ്? മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ. 2 കോപ്പിറൈറ്റ് മുഖേന സംരക്ഷിക്കപ്പെട്ടവ. 3 ഒരു വ്യക്തിയുടെ ബാങ്ക് നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ. 4 മുകളിൽ പറയുന്നവയെല്ലാം. അപ്പൊ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാവുന്ന വിവരം ഉത്തരം ഓപ്ഷൻ എ ആണ്, മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ. അടുത്തത് മാത്സ് ചോദ്യങ്ങളാണ്. 71-ാമത്തെ ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻസ് ഇതൊക്കെയാണ്: 6:38, 9:85, 11:123, 15:227. ഇതിൽ ഒറ്റയാൻ ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്, 9:85. അടുത്തത് 72-ാമത്തെ ചോദ്യം, അത് ബോർഡ് മാസ് ചോദ്യമാണ്. 168 പ്ലസ് ബ്രാക്കറ്റിനകത്ത് 72 ഡിവിഷൻ 9 ഇൻറ്റു 3 ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 പ്ലസ് 12/4. ഇത് ഉത്തരമാണ് കണ്ടെത്തേണ്ടത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, 24. അടുത്ത 73-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന സംഖ്യകളുടെ മീഡിയൻ കാണുക. തന്നിട്ടുള്ള സംഖ്യകൾ ഇതൊക്കെയാണ്: 6.10, 6.18, 6.25, 6.20, 6.10, 6.20, 6.20, 6.21, 6.15. ഈ സംഖ്യകളുടെ മീഡിയൻ കാണുക എന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 6.19. ഓപ്ഷൻ ഡി. അടുത്തത് 74-ാമത്തെ ചോദ്യം, ഒരു കോഡ് ഭാഷയിൽ വൈറ്റ് എന്ന വാക്കിനെ JUVGR എന്ന് എഴുതാമെങ്കിൽ ബ്ലാക്ക് എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, OYNPH. അടുത്ത 75-ാമത്തെ ചോദ്യം, 1-നും 50-നും ഇടയ്ക്ക് വരുന്ന ഇരട്ട സംഖ്യകളുടെ തുക. ഉത്തരം ഓപ്ഷൻ ബി 600. 76-ാമത്തെ ചോദ്യം, ഒരേ ചുറ്റളവുള്ള ചതുരങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള ചതുരത്തിന്റെ നീളവും വീതിയും തമ്മിലുള്ള ബന്ധം. ഉത്തരം ഓപ്ഷൻ സി, നീളവും വീതിയും തുല്യമായിരിക്കും. അടുത്തത് 77-ാമത്തെ ചോദ്യം, വിട്ടുപോയ സംഖ്യ കണ്ടെത്താനാണ്. 3, 8, 15, 24. അടുത്ത സംഖ്യ ഏതെന്നാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 35. അടുത്ത സംഖ്യ 35 ആണ്. അടുത്ത 78-ാമത്തെ ചോദ്യം വീണ്ടും ഒരു ക്രിയ ചെയ്യാനാണ്. 125 ഭാഗം 8 the whole raised to 2/3 into 16/625 the whole raised to 1/2. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1. ഉത്തരം വരുന്നത് 1. അടുത്ത 79-ാമത്തെ ചോദ്യം, അനന്തുവിനെ ചൂണ്ടി അമൃത പറഞ്ഞു, അവന്റെ അച്ഛൻ എൻ്റെ മുത്തശ്ശിയുടെ ഒരേ ഒരു മകനാണ് എങ്കിൽ അനന്തവും അമൃതയും തമ്മിലുള്ള ബന്ധം. ഉത്തരം ഓപ്ഷൻ ഡി, സഹോദരൻ. അടുത്ത 80-ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന പേരും മേൽവിലാസത്തോട് തുല്യമായത് ഏത്? പേരും മേൽവിലാസവും തന്നിട്ടുണ്ട്, അത് അതേപോലെ സെയിം ആയിട്ട് വരുന്ന ഓപ്ഷൻ ഏതെന്ന് കണ്ടെത്താനാണ്. പേര് മേൽവിലാസം ഇതാണ്: മുഹമ്മദ് അൻസിൽ, സാനിയ മൻസിൽ, റൂർക്കേല, 690732. ഇതേപോലെ ഇതേ അക്ഷരങ്ങളെല്ലാം സെയിം ആയിട്ട് വരുന്ന ഓപ്ഷൻ താഴെ പറയുന്നവയിൽ ഏതെന്ന് കണ്ടെത്താനാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്ത ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. 81-ാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് കറക്റ്റ് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്.
ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. ദ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഈസ് ഗോയിങ് ഓൺ എ ഫീൽഡ് ട്രിപ്പ് ടുമോറോ. ഇതാണ് ശരിയായ വാക്യം. 81 എ. 82ാമത്തെ ചോദ്യം, ചൂസ് ദി കറക്റ്റ് പഞ്ച്വേഷൻ ഫോർ ദ ഫോളോയിങ് സെന്റൻസ്. സെന്റൻസ് ഇതാണ്. ഷീ ഓപ്പൺഡ് ദി ഡോർ ആൻഡ് എക്സ്ക്ലെയിംഡ് വാട്ട് എ സർപ്രൈസ്. ഇത് കറക്റ്റ് പഞ്ച്വേഷൻ മാർക്ക് കൊടുത്തിരിക്കുന്ന വാക്യം ഏതെന്നാണ് ചോദ്യം. ശരിയായിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ്. ഷീ ഓപ്പൺഡ് ദി ഡോർ ആൻഡ് എക്സ്ക്ലെയിംഡ്, അത് കഴിഞ്ഞിട്ട് ഒരു കോമയുണ്ട്. വാട്ട് എ സർപ്രൈസ്, ഇവിടെ എന്താണ് ആശ്ചര്യ ചിഹ്നം, എക്സ്ക്ലമേഷൻ മാർക്കുണ്ട്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്ത 83ാമത്തെ ചോദ്യം, സെലക്ട് ദ സെന്റൻസ് ദാറ്റ് യൂസസ് ദ കറക്റ്റ് ഫോം ഓഫ് ദി വെർബ് ടു ബി ഇൻ ദ പാസ്റ്റ് ടെൻസ്. ഓപ്ഷൻ 4 വായിക്കാം. ഓപ്ഷൻ എ, യെസ്റ്റർഡേ ഷീ റൺ ടു ദ സ്റ്റോർ ടു ബൈ സം മിൽക്ക്. ഓപ്ഷൻ ബി, ദേ ഹാസ് ബീൻ അറ്റ് ദ പാർട്ടി സിൻസ് 6 PM. Option C, he were playing basketball with his friends when it started raining. Option D, we were all very tired after the long hike yesterday. ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ്. We were all very tired after the long hike yesterday. അടുത്തത് 84ാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസ് ഓഫ് എ മോഡൽ വെർബ്. മോഡൽ വെർബ് വരുന്ന ശരിയായ വാക്യം ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. വി ഷുഡ് ബ്രിങ് ആൻ അംബ്രല്ല ഇൻ കേസ് ഓഫ് റെയിൻ. 84 ഡി ഓപ്ഷൻ ആണ്. അടുത്ത 85ാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ കറക്റ്റ് ട്രാൻസ്ഫർമേഷൻ ഓഫ് ദി ഫോളോയിങ് സെന്റൻസ് ഫ്രം ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. അതിൽ ഡയറക്റ്റ് സ്പീച്ച് ഇതാണ്. ദ ടീച്ചർ സെഡ് ദ എക്സാം വിൽ ബി ഹെൽഡ് ദ നെക്സ്റ്റ് വീക്ക്. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. ദ ടീച്ചർ സെഡ് ദാറ്റ് ദ എക്സാം വുഡ് ബി ഹെൽഡ് ദ നെക്സ്റ്റ് വീക്ക്. 86ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് എ സിനോണിം ഫോർ അബണ്ടന്റ്. അബണ്ടന്റ്, ABUNDANT, അബണ്ടന്റ് സിനോണിം എന്തെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. പ്ലെന്റിഫുൾ. അടുത്തത് 87ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ബെസ്റ്റ് ആന്റോണിം ഫോർ മൈസർലി. മൈസർലി എന്ന വാക്കിന്റെ ആന്റോണിം ആണ് ചോദ്യം. മൈസർലി. ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. ജനറസ്. മൈസർലി ഓപ്പോസിറ്റ്. ഉത്തരം ഓപ്ഷൻ എ, ജനറസ്. 88ാമത്തെ ചോദ്യം, ചൂസ് ദ വേർഡ് ദാറ്റ് മീൻസ് ഓഫ് ദി ഓപ്പോസിറ്റ് ഓഫ് ഹാർമോണിയസ്. ഹാർമോണിയസ്, HARMONIUS. ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓപ്ഷൻ എ, ഡിസ്കോർഡന്റ്. അടുത്തത് 89ാമത്തെ ചോദ്യം, സെലക്ട് ദ വേർഡ് ദാറ്റ് ഈസ് മോസ്റ്റ് സിമിലർ ഇൻ മീനിങ് ടു എഫേർമൽ. എഫേർമൽ, EPHERMAL. എഫേർമൽ എന്ന വാക്കിന് സിമിലർ ആയിട്ടുള്ള മീനിങ് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. ടെമ്പററി. അടുത്ത 90ാമത്തെ ചോദ്യം, ഫൈൻഡ് ദ വൺ വേർഡ് ഫോർ ദി എക്സ്പ്രഷൻ ക്രേസ് ഫോർ ഫ്ലവേഴ്സ്. ക്രേസ് ഫോർ ഫ്ലവേഴ്സിന് ഒറ്റപ്പദം എന്തെന്നാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഫ്ലോറിമാനിയ. അടുത്ത മലയാളം ചോദ്യങ്ങളാണ്. 91ാമത്തെ ചോദ്യം, ശരിയായ പദം എഴുതുക. ഉദ്ഘാടനം എന്ന പദമാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഉദ്ഘാടനം. ശരിയായിട്ട് എഴുതേണ്ടത് ഇങ്ങനെയാണ്, ഉദ്ഘാടനം. അടുത്ത 92ാമത്തെ ചോദ്യം, ഭാഗികം എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, സമഗ്രം. 93ാമത്തെ ചോദ്യം, കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഒറ്റപ്പദം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, പിബാസു. 94ാമത്തെ ചോദ്യം, നീഹാരം പര്യായ പദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, മഞ്ഞ്. 95ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഏതാണ്? ഓപ്ഷൻസ് വായിക്കാം. ഒന്നാമത്തേത് ധീരൻ, ധീര. ഏകാഗി, ഏകാഗിനി. പക്ഷി, പക്ഷിണി. തമ്പി, തങ്കച്ചി. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. അടുത്ത 96ാമത്തെ ചോദ്യം, കലാശക്കൊട്ട് ശൈലിയുടെ അർത്ഥം എന്താണ്? ഉത്തരം ഓപ്ഷൻ എ, അവസാനത്തെ പ്രവൃത്തി. 97ാമത്തെ ചോദ്യം, പ്രൊസീഡിങ്സ് ശരിയായ മലയാള പരിഭാഷ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, നടപടിക്രമം. 98ാമത്തെ ചോദ്യം, വാക്ക് പ്ലസ് മയം ചേർത്ത് എഴുതുക. വാക്ക് പ്ലസ് മയം ചേർത്ത് എഴുതുമ്പോൾ വാങ്മയം എന്നാണ് വരുന്നത്. വാങ്മയം. ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ്, വാങ്മയം. അടുത്ത 99ാമത്തെ ചോദ്യം, അവൻ എന്ന വാക്ക് പിരിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ എന്ന വാക്ക് പിരിച്ചെഴുതുമ്പോൾ ആ പ്ലസ് അൻ. ഉത്തരം ഓപ്ഷൻ
ഡി ആണ് വരുന്നത്. ആ പ്ലസ് അൻ, അവൻ. അടുത്ത 100ാമത്തെ ചോദ്യം, പൂജക ബഹുവചനം ഏത്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: വേലക്കാർ, മിടുക്കർ, ജനങ്ങൾ, ആചാര്യർ. ഉത്തരം ഓപ്ഷൻ ഡി, ആചാര്യർ. അങ്ങനെ ഇന്ന് നടന്ന LDC എക്സാമിന്റെ 100 ക്വസ്റ്റ്യനും ആൻസറാണ് നമ്മൾ നോക്കിയത്. താങ്ക് യു.